ഗസയിൽ വെടിനിർത്തലിനോട് അനുകൂലമായി പ്രതികരിച്ച ഹമാസ് വെടിനിർത്തൽ നടപ്പാക്കുന്നതിന് അടിയന്തര ചർച്ചകൾക്ക് തയ്യാറെന്ന് ഹമാസ് ഖത്തറിനെയും ഈജിപ്തിനെയും അറിയിച്ചു. 20 മാസം നീണ്ട ഹമാസ് ഇസ്രായേൽ സംഘർഷം അവസാനിക്കാനുള്ള സാധ്യതകളാണ് ഇപ്പോൾ തെളിയുന്നത്. കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇസ്രായേൽ വെടിനിർത്തൽ നിബന്ധനകൾ അംഗീകരിച്ചതായി അറിയിച്ചത്. പിന്നാലെ തിങ്കളാഴ്ച വൈറ്റ് ഹൌസിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള കൂടിക്കാഴ്ച നടത്തുമെന്ന റിപ്പോർട്ടുകളും പുറത്തുവന്നു. ഖത്തറിന്റെയും ഈജിപ്തിന്റെയും മധ്യസ്ഥതയിലുണ്ടാക്കിയ വെടിനിർത്തൽ കരാറിനോട് അനുകൂലമായ നിലപാടാണ് ഹമാസ് സ്വീകരിച്ചിരിക്കുന്നത്. നിർദ്ദേശങ്ങളിൽ ഹമാസ് ഭേദഗതികൾ മുന്നോട്ട് വെച്ചിട്ടുണ്ടെങ്കിലും അത് വെടിനിർത്തലിന് തടസ്സമാകില്ലെന്നാണ് റിപ്പോർട്ടുകൾ. ഹമാസിന്റെ സഖ്യകക്ഷിയായ ഇസ്ലാമിക് ജിഹാദും വെടിനിർത്തലിനായുള്ള പദ്ധതി സ്വാഗതം ചെയ്തിട്ടുണ്ട്. ഗസയിൽ അവശേഷിക്കുന്ന 50 ഇസ്രയേലി ബന്ദികളിൽ 10 ജീവിച്ചിരിക്കുന്ന ബന്ദികളെയും 18 ബന്ദികളുടെ മൃതദേഹങ്ങളും പലസ്തീനി തടവുകാർക്ക് പകരമായി കൈമാറാനാണ് ധാരണ. ബന്ദിമോചനത്തിന് ശേഷം ഇസ്രയേൽ വടക്കൻ ഗസയിൽ നിന്നും പിന്മാറും. ശാശ്വതമായ വെടിനിർത്തലിനായുള്ള ചർച്ചകളും ആരംഭിക്കും. നേരത്തെ ഗസയിൽ 2 മാസത്തെ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും മാർച്ചിൽ ധാരണ അട്ടിമറിക്കപ്പെട്ടതിനെ തുടർന്ന് ഗസയിൽ ഇസ്രയേൽ വ്യോമാക്രമണം ശക്തിപ്പെടുത്തുകയായിരുന്നു. 2023 ഒക്ടോബർ 7 ആരംഭിച്ച യുദ്ധത്തിൽ ഇതുവരെ 57,268 പലസ്തീനികളും 1200ഓളം ഇസ്രയേലികളുമാണ് കൊല്ലപ്പെട്ടത്. ഇന്റർനാഷണൽ ഡെസ്ക് 24.